ലോക്സഭാ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയായി പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കും. പാർട്ടി നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ വയനാട്ടിൽ ആനി രാജ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറുമാകും സ്ഥാനാർത്ഥികളാവുക. അന്തിമ തീരുമാനം 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടാകും. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, മത്സരിക്കാനില്ലെന്ന് പന്ന്യൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ സന്നദ്ധനാണെന്ന് അറിയിക്കുകയാണ്. തിരുവനന്തപുരത്തെ ചിത്രം തെളിയുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണോ CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്? വിവിധ CPI നേതൃത്വം നടത്തിയ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി മത്സരിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ സന്നദ്ധത അറിയിച്ചത്. 2005-ൽ PK വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിച്ചിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് MP ആയിരുന്ന അനുഭവം അദ്ദേഹത്തിനുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം പാർട്ടി നേതൃത്വത്തിൽ ശക്തമായത്. ഇത് കണക്കിലെടുത്തായിരുന്നു പന്ന്യൻ രവീന്ദ്രന്റെ പേരിൽ മത്സരിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തിയത്. ആദ്യമൊക്കെ അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് അത് പിന്മാറിയിരുന്നെങ്കിലും ഇപ്പോൾ മത്സരസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. നാളെ നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ പന്ന്യന്റെ പേര് ഒന്നാമതായി നൽകാനുള്ള ധാരണ ഇതോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. പന്ന്യൻ രവീന്ദ്രൻ തന്നെയായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ മത്സരിക്കാൻ പോകുന്നതെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും വന്നാലും ഇല്ലെങ്കിലും ആനി രാജയായിരിക്കും CPIയുടെ സ്ഥാനാർത്ഥി. അവിടെ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ആനി രാജയെ മത്സരിപ്പിക്കാനും ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. തൃശ്ശൂരിൽ നേരത്തെ തന്നെ കേട്ടതുപോലെ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറുമായിരിക്കും CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. ഈ മാസം 26-ന്, അതായത് വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന കൗൺസിൽ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുക. തൃശ്ശൂരിൽ മത്സരം കടുക്കുമ്പോൾ VS സുനിൽകുമാറിനെ തന്നെ ഇറക്കുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്, അല്ലേ? തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും TN പ്രതാപനും അടങ്ങുന്ന ഒരു എതിർ നിരയെ നേരിടാൻ ജനകീയനായ പാർട്ടി നേതാവ് എന്ന നിലയിൽ VS സുനിൽകുമാർ തന്നെ മത്സരിക്കുന്നതാണ് ഉചിതമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. നേരത്തെ പാർട്ടിയുടെ ശാക്തിക ചേരികളിൽ ഉണ്ടായിരുന്ന മാറ്റത്തെ തുടർന്ന് സുനിൽകുമാറിന് സീറ്റ് കിട്ടില്ല എന്ന തരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി സുനിൽകുമാർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയില്ല എന്നതാണ് തൃശ്ശൂരിലെ ചിത്രം. VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കുന്നതിലൂടെ ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. പാർട്ടി അണികൾക്കിടയിൽ സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ ആവേശം നൽകിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് സുനിൽകുമാറിനെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വവും എത്തുന്നത്. അപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് പൂർണ്ണമാകുന്നു. കരുത്തരെ തന്നെ CPM കളത്തിലിറങ്ങുമ്പോൾ CPIയും ആനി രാജ, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ VS സുനിൽകുമാർ, മുൻ മന്ത്രിയെ, അങ്ങനെ പ്രമുഖരെ തന്നെ ഇറക്കി കളം പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം CA അരുൺകുമാർ എന്ന പുതുമുഖത്തെയും ഇറക്കുന്നു. CPM-നെ പോലെ തന്നെ CPIക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. പാർട്ടിയുടെ ദേശീയ പദവി ഏതാണ്ട് തുലാസിലായി നിൽക്കുകയാണ്. അത്തരത്തിൽ പാർട്ടിയുടെ ദേശീയ തലത്തിലെ പ്രസക്തി തെളിയിക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള 4 സീറ്റുകളിൽ നല്ലൊരു ശതമാനത്തിലെങ്കിലും വിജയം അനിവാര്യമാണ് എന്ന് CPI നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. മറ്റെവിടെ നിന്നും കാര്യമായ സീറ്റ് CPIക്ക് ലഭിക്കാനില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 2 MP-മാരുണ്ടെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുമോ എന്ന് ആശങ്കകളുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് കൂടുതൽ MP-മാരെ വിജയിപ്പിച്ച് ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ പ്രസക്തി നിലനിർത്തുക എന്നതിലാണ് മുൻതൂക്കം. അത് കണക്കെടുത്താണ് പരിചയസമ്പന്നരും വിജയസാധ്യതയുള്ളതുമായ സ്ഥാനാർത്ഥികളെ പരമാവധി രംഗത്തിറക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI നേതൃത്വം വരുന്നത്. ഈ കാര്യത്തിൽ പന്ന്യൻ രവീന്ദ്രനെ അടക്കം ശക്തമായ സമ്മർദ്ദം ചെലുത്താനുള്ള കാരണം അതാണ്. അത്തരമൊരു പാർട്ടി വികാരം ആളിക്കത്തിച്ചുകൊണ്ടാണ് ഈ മുതിർന്ന നേതാക്കളെ അടക്കം മത്സരരംഗത്തേക്ക് CPI ഇറക്കുന്നത്. തൃശ്ശൂരിൽ സുനിൽകുമാർ നേരത്തെ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ വിജയിക്കൊടി പാറിച്ച അനുഭവം സുനിൽകുമാറിനുണ്ട്. ഇതുകൂടി കണക്കെടുത്താണ് സുനിലിനെ രണ്ടാമതൊരു ലോക്സഭയിലേക്ക് ഒരു അംഗത്തിനായി തൃശ്ശൂരിൽ നിയോഗിക്കുന്നത്. മാവേലിക്കരയിൽ CA അരുൺകുമാർ യുവ നേതാവാണ്. മാത്രമല്ല UDF സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അവിടെയുള്ള എതിർവികാരം കൂടി ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് CA അരുൺകുമാറിനെ കാണുന്നത്. അത്തരത്തിൽ യുവാവ് എന്ന നിലയിലുള്ള പരിഗണനയാണ് അരുൺകുമാറിന്റെ തുണയായിരിക്കുന്നത്. ശ്രീജിത്ത്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ എത്തുകയാണെങ്കിൽ ദേശീയ മുഖമുള്ള ഒരു നേതാവ്, അങ്ങനെ തന്നെയല്ലേ ആനി രാജയെ ഇറക്കുന്നതിലൂടെ CPI ലക്ഷ്യമിടുന്നത്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് ഇന്ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും മറ്റും ഉണ്ടായത്. രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല മത്സരിക്കുന്നത്, മറിച്ച് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഏതെങ്കിലും ഒരു സീറ്റിലായിരിക്കും. കേരളത്തിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ എത്തില്ല എന്ന തരത്തിലുള്ള ചില മുറുമുറുപ്പുകൾ ദേശീയ തലത്തിലുണ്ട് എന്നാണ് CPI നേതൃത്വം പറയുന്നത്. അത്തരമൊരു അഭിപ്രായം CPIക്ക് ഉണ്ട്. എങ്കിലും വയനാട്ടിലെ മത്സരത്തെ CPI കുറച്ച് കാണുന്നില്ല. രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മഹിളാ ഫെഡറേഷന്റെ ദേശീയ നേതാവുമായ ആനി രാജയെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ തന്നെയാണ് CPI ഇപ്പോൾ ആലോചിക്കുന്നത്. CPM-ന് പിന്നാലെ CPI-യുടെയും സ്ഥാനാർത്ഥി ചിത്രമാകുന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ,
തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജ, മാവേലിക്കരയിൽ CA അരുൺകുമാർ, അങ്ങനെ സ്ഥാനാർത്ഥികളെ അന്തിമമായ തീരുമാനം എടുക്കുകയാണ്. CPI-യിലും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന് പിന്നാലെ കരുത്തരെ കളത്തിലിറക്കി. CPI-യും ഈ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കി ആദ്യം തന്നെ കളത്തിലിറങ്ങി പിടിക്കാനാണ് പോകുന്നത്. പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കും, താൻ നേരത്തെ തന്നെ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നയാളാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും, അത്തരത്തിൽ നമ്മോട് സംസാരിച്ചിരുന്നെങ്കിലും, ഇപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് താൻ തന്നെ രംഗത്തിറങ്ങാമെന്ന് പന്ന്യൻ തീരുമാനിക്കുകയായിരുന്നു. CPM-ന് പിന്നാലെ CPI-യും സ്ഥാനാർത്ഥി പട്ടികയാവുന്നു. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്, മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് മത്സരരംഗത്തേക്ക് എത്തുന്നത്. നേരത്തെ മന്ത്രി GR അനിലിന്റെ പേരുകൂടി പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തുകയാണ് CPI-എം. പാർട്ടി നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ചു. വയനാട്ടിൽ ആനി രാജ സ്ഥാനാർത്ഥിയാകുന്നു. തൃശൂരിൽ VS സുനിൽകുമാർ, നേരത്തെ തന്നെ സുനിൽകുമാറിന്റെ പേര് അവിടെ ഉയർന്നു കേൾക്കുന്നതാണ്. മാവേലിക്കരയിൽ CA അരുൺകുമാറിനെ കൂടി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു. CPI അന്തിമ തീരുമാനം 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിലാകും ഉണ്ടാവുക. ശ്രീജിത്തെ, ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ, ഒപ്പം തിരുവനന്തപുരവും. നേരത്തെ തന്നെ CPI-യും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് താൻ ആദ്യം പിന്മാറിയെങ്കിലും, ആദ്യഘട്ടത്തിൽ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരരംഗത്ത് എത്തുകയും ചെയ്യുന്നത്. GR അനിലിന്റെ പേര്, മന്ത്രിയുടെ പേരുണ്ടായിരുന്നെങ്കിൽ കൂടിയും പന്ന്യൻ രവീന്ദ്രൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തുകയാണോ? വിനിത, തിരുവനന്തപുരം 2009 മുതൽ ഇങ്ങോട്ട് CPI നിരന്തരം തോൽക്കുന്ന മണ്ഡലമാണ്. 2014 മുതൽ ഇങ്ങോട്ട് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. കഴിഞ്ഞ തവണ CPI-യുടെ മുതിർന്ന നേതാവായ C ദിവാകരൻ മത്സരിച്ചിട്ടും BJP-ക്ക് പിന്നിൽ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇത്തരത്തിൽ സ്ഥിരം നാണക്കേടുണ്ടാക്കുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം മാറിയിരിക്കുകയാണ്. എന്നാൽ MN ഗോവിന്ദൻ നായരും PK വാസുദേവൻ ഒക്കെ മത്സരിച്ച പാരമ്പര്യമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. CPI സംബന്ധിച്ചിടത്തോളം KV സുരേന്ദ്രനാഥ് പോലുള്ള ആളുകൾ മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ്. ഈ നിലയ്ക്ക് തിരുവനന്തപുരത്ത് ഇക്കുറി ഒരു വിജയം അനിവാര്യമാണ്. അതിന് ശക്തമായ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന കാര്യം CPM ചൂണ്ടിക്കാണിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറി V ജോയിയുടെ ഈ അഭിപ്രായം നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്തതുമാണ്. അത്തരത്തിൽ ഒരു ശക്തമായ സമ്മർദ്ദം, ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അണിനിരത്തണം എന്നുള്ള ഒരു സമ്മർദ്ദം CPI നേതൃത്വത്തിന് മേലുണ്ടായിരുന്നു. അങ്ങനെയാണ് മുൻ MP കൂടിയായ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നേതാവ് എന്ന നിലയിൽ പന്ന്യൻ രവീന്ദ്രനെ വീണ്ടും അവതരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, ധാരണയിലേക്ക് CPI നേതൃത്വം എത്തിയത്. പന്ന്യൻ രവീന്ദ്രനെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജനകീയമായിട്ടുള്ള ഇടപെടൽ, ലാളിത്യമാർന്ന പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ കൂടി മണ്ഡലത്തിൽ ഒരു അനുകൂല ഘടകമായി മാറും എന്ന ഒരു പ്രതീക്ഷ CPI-ക്കുണ്ട്. മാത്രമല്ല, എല്ലാവർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പന്ന്യൻ. ആ നിലയ്ക്ക് വലിയ ആളുകൾ മത്സരിക്കുന്ന സമയത്ത് ജനകീയ മുഖമായി പന്ന്യൻ രവീന്ദ്രനെ അണിനിരത്തിയാൽ അത് വലിയ വിജയ സാധ്യതയുണ്ട് എന്നാണ് CPM കാണുന്നത്. CPM-നും പന്ന്യനെ മത്സരിപ്പിക്കുന്നതിനോട് പൂർണ്ണ യോജിപ്പാണ്. ഈ നിലയ്ക്കാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന ഒറ്റ പേരിലേക്ക് CPI നേതൃത്വം ഇപ്പോൾ എത്തുന്നത്. ഇനി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ജില്ലാ കമ്മിറ്റികൾ ചേരേണ്ടതില്ലേ? ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ജില്ലാ കൗൺസിലുകൾ വിളിച്ചു ചേർത്ത് 3-അംഗ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക നൽകാൻ നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് നാളെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ ചേരും. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ജില്ലാ കൗൺസിലുകൾക്ക് എത്രയാണോ അത്രയും ജില്ലാ കൗൺസിലുകൾ 3-അംഗ സാധ്യതാ പട്ടിക നൽകുകയും അത് സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ചർച്ച ചെയ്ത് അന്തിമമായി തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് CPI-യുടെ ഈ സ്ഥാനാർത്ഥി നിർണയ നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടാണ് നാളെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ ചേരുന്നത്. 3 പേരുടെ പട്ടിക നൽകണം. ഈ പട്ടികയിൽ നിന്നാണ് സംസ്ഥാന നേതൃത്വം ഏറ്റവും അനുയോജ്യനായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ആ നിലയ്ക്ക് പന്ന്യന്റെ പേര് 1-ാമത്തെ പേരായി തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ നിന്ന് നാളെ പോകുമെന്ന കാര്യം ഉറപ്പാണ്. അത് 1-ാമത്തെ പേര് തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മറ്റന്നാളാണ് കൊല്ലം ജില്ലാ കൗൺസിൽ ചേരുന്നത്. മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന നടപടികൾക്ക് കൊല്ലത്തു നിന്നും ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നും കൂടി ജില്ലാ കൗൺസിലറുടെ അഭിപ്രായങ്ങൾ തേടും. കാരണം ഈ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് ഈ മാവേലിക്കര. തൃശ്ശൂരിൽ ഒറ്റ ജില്ലാ കൗൺസിൽ, തൃശ്ശൂർ ജില്ലാ കൗൺസിലിന്റെ മാത്രം അഭിപ്രായം തേടിയാൽ മതി. എന്നാൽ വയനാടും സമാനമായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലാ കൗൺസിലുകളുടെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട്. 25-നകം എല്ലാ ജില്ലാ കൗൺസിലുകളും പൂർത്തിയാക്കി 26-ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അന്തിമ തീരുമാനമെടുക്കാവുന്ന നിലയ്ക്കാണ് ഇപ്പോൾ CPI-യുടെ നടപടികൾ മുന്നോട്ട് പോകുന്നത്.
ശ്രീജിത്ത്, ഈ ആനി രാജയുടെ പേരിലേക്ക് ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിലെത്തുകയാണ്. നമുക്കറിയാമല്ലോ, കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ആനി രാജ പല വിഷയങ്ങളിലും പ്രതികരണം നടത്തിയതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് ഉന്നയിച്ചിരുന്നു. ഒരു വിഭാഗത്തിന് അവരോട് അക്കാര്യത്തിൽ എതിർപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ആനി രാജയുടെ പേരിലേക്ക് എത്തിയപ്പോൾ അത് ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായി തന്നെയാണോ? രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവ് വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ CPIക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മുഖമെന്ന നിലയ്ക്ക് തന്നെയാണ് ആനി രാജയുടെ പേരിലേക്ക് ആലോചന നീണ്ടത്. മാത്രമല്ല, വയനാടിന്റെ തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിലെ ഇരിട്ടി സ്വദേശിനിയാണ് ആനി രാജ. മഹിളാ ഫെഡറേഷൻ നേതാവ് നിലയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. CPIയുടെ സംഘടനാ രംഗത്ത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമാണ്. ഈ നിലയ്ക്കുള്ള പരിചയസമ്പത്തും മറ്റും പരിഗണിച്ചാണ് ആനി രാജയെ വയനാട്ടിലേക്ക് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ആനി രാജയ്ക്കും രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പോലും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുമുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തടക്കം ആനി രാജയുടെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും ആനി രാജയ്ക്ക് ഏറ്റവും ഉചിതമായി അവതരിപ്പിക്കാൻ കഴിയുന്നത് വയനാട്ടിലാണ് എന്ന അഭിപ്രായമായിരുന്നു നേതാക്കൾക്ക്. അവർക്കും അതിനോട് യോജിപ്പായിരുന്നു. ഈ നിലയ്ക്കാണ് ആനി രാജയുടെ പേര് വയനാട്ടിലേക്ക് വന്നത്. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും ആനി രാജയെ പോലൊരു ശക്തമായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. പിന്നീട് ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ വനിതാ പ്രാതിനിധ്യം എന്നതും ആനി രാജയ്ക്ക് അനുകൂലമായ ഘടകമായി മാറി.